ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സംഭവബഹുലമായ ഒരു 2024 നമ്മളെ വിട്ടുപോവുകയാണ്. 2024 ജനുവരി 1 തുടങ്ങി ഈ വീഡിയോ ഇടുന്ന ഡിസംബറിൻ്റെ അവസാനത്തെ ഈ ദിവസം വരെ ദൈവം നമ്മളെ സൂക്ഷിച്ചു. പ്രൈസ് ദി ലോർഡ്. ഒരുപാട് വാർത്തകൾ, ഒരുപാട് സംഭവങ്ങൾ നമുക്ക് ചുറ്റിലും, ലോകമെമ്പാടും നമുക്ക് ചുറ്റിലും, നമ്മുടെ ജീവിതത്തിലൊക്കെ വന്നുവെങ്കിലും ഒരനർത്ഥവും നമുക്ക് വ്യസനഹേതുവായി മാറാതെ, ഒരു ദോഷവും നമുക്ക് ഭവിക്കാതെ ദൈവം നമ്മളെ സൂക്ഷിച്ചു. പ്രൈസ് ദി ലോർഡ്. അത് നമ്മുടെ കഴിവ് കൊണ്ടോ മഹത്വം കൊണ്ടോ അല്ല, മറിച്ച് ദൈവത്തിൻ്റെ വലിയ കരുണയാലും കൃപയാലുമാണ് അത് സംഭവിച്ചത്. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, ആ ദൈവത്തോട് നമ്മൾ നന്ദിയുള്ളവരാണോ എന്നുള്ളതാണ് ചോദ്യം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് നന്ദി കരയറ്റുക എന്ന് പറയുന്നത് അത് ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു വലിയ കാര്യമാണ്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് പ്രാർത്ഥനയിലൂടെ മണിക്കൂറുകൾ ഇരുന്ന് നമ്മുടെ സപ്ലിക്കേഷൻസ്, നമ്മുടെ പ്രയർ റിക്വസ്റ്റുകൾ ദൈവത്തോട് പറയാൻ കഴിയും. നമ്മൾ പലപ്പോഴും പറയുന്നവരുമാണ് നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ, നമ്മുടെ ആവശ്യങ്ങൾ, അല്ലേ? അതുപോലെ നമ്മുടെ ആവശ്യങ്ങൾ, നമ്മുടെ നീഡ്സ്, അതുപോലെ നമ്മുടെ ആഗ്രഹങ്ങൾ ഒക്കെ നമ്മൾ ദൈവസന്നിധിയിൽ അറിയിക്കുന്നവരാണ്. അങ്ങനെ തന്നെ ചെയ്യണം. അത് സ്തോത്രത്തോടു കൂടെ അറിയിക്കണമെന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. നിങ്ങളുടെ ആവശ്യങ്ങളെ സ്തോത്രത്തോടു കൂടി അറിയിക്കത്രേ വേണ്ടത് എന്നാണ് കർത്താവ് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ തന്നെ ദൈവം നമുക്ക് ചെയ്ത ഉപകാരങ്ങൾക്ക്, ദൈവം നമ്മുടെ പ്രാണന് വേണ്ടി ചെയ്തത്, നമ്മുടെ ആയുസ്സിന് വേണ്ടി ചെയ്തത്, നമ്മളെ നിർത്തുമാറാക്കിയത്, നമ്മളെ നടക്കുമാറാക്കിയത്, വന്നവായ പ്രതിസന്ധികൾ, അനർത്ഥങ്ങളൊന്നും നമുക്ക് ദോഷമായി വന്നു ഭവിക്കാതെ ദൈവം നമ്മളെ നിർത്തിയതിന് എത്ര പേർ നന്ദി കരയറ്റുന്നവരാണ്. ഇവിടെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു ഭാഗം കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം, അതിൻ്റെ 17-ാം അധ്യായം 11 മുതലുള്ള ചില വേദഭാഗങ്ങൾ വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. സ്തോത്രം. ലൂക്കോസ് 17-11 മുതലുള്ള വേദഭാഗങ്ങൾ. യേശു യെരുശലേമിലേക്ക് യാത്ര ചെയ്യുകയിൽ ശമര്യയ്ക്കും ഗലീലയ്ക്കും നടുവിൽ കൂടെ കിടക്കുമ്പോൾ ഒരു ഗ്രാമത്തിൽ ചെല്ലും നേരം കുഷ്ഠരോഗികളായ 10 പുരുഷന്മാർ അവൻ എതിർപ്പെട്ടു. 10 പുരുഷന്മാർ അവൻ എതിർപ്പെട്ടു. അകലെ നിന്നുകൊണ്ട്, യേശുവേ നായക, ഞങ്ങളോട് കരുണയുണ്ടാകണമേ എന്ന് ഉറക്കെ പറഞ്ഞു. അവൻ അവരെ കണ്ടിട്ട്, നിങ്ങൾ പോയി പുരോഹിതന്മാർക്ക് നിങ്ങളെ പിന്നെ കാണിക്കുവീനെന്ന് പറഞ്ഞു. പോകുകയിൽ തന്നെ അവർ ശുദ്ധരായിത്തീർന്നു. അവരിൽ ഒരുത്തൻ തനിക്ക് സൗഖ്യം വന്നത് കണ്ട് ഉച്ചത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് മടങ്ങി വന്ന് യേശുവിൻ്റെ കാൽക്കൽ കവിണ് വീണ് യേശുവിന് നന്ദി പറഞ്ഞു. അവനോ ശമര്യക്കാരനായിരുന്നു. 10 പേർ ശുദ്ധരായിത്തീർന്നില്ലയോ? 9 പേർ എവിടെ? ഈ അന്യജാതിക്കാരൻ അല്ലാതെ ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ മടങ്ങി വന്നവരായി ആരെയും കാണുന്നില്ലല്ലോ എന്ന് യേശു പറഞ്ഞു. അവനോട്, എഴുന്നേറ്റ് പോയിക്കൊള്ളുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. നമുക്കെല്ലാം വളരെ സുപരിചിതമായൊരു വേദഭാഗം തന്നെയാണ്. 10 കുഷ്ഠരോഗികളായിട്ടുള്ള സകല പ്രതീക്ഷകളും അസ്തമിച്ച്, ആമേൻ, ഇനിയും യാതൊരു വിധമായ ഹോപ്പും ലോകത്തിൻ്റെ ഭാഗത്തിൽ നിന്ന്, വൈദ്യന്മാരുടെ ഭാഗത്തു നിന്ന് കിട്ടാത്ത പ്രതീക്ഷയറ്റവരായും നടന്ന 10 പേർ. അവരേത് പ്രായത്തിലുള്ളവരാണെന്ന് അറിയത്തില്ല. എന്തു തന്നെയായിരുന്നാലും കുഷ്ഠരോഗമെന്ന് പറയുന്നത്, പ്രത്യേകിച്ച് ആ കാലത്ത്, യേശുവിൻ്റെ കാലത്ത്, സമൂഹം ഭ്രഷ്ട് കൽപ്പിച്ചിരിക്കുന്ന യാതൊരു രീതിയിലും കുഷ്ഠരോഗികളായ വ്യക്തികൾ അതില്ലാത്തവരിലേക്ക് അടുക്കുവാനോ അവരുമായി യാതൊരു സമ്പർക്കവും പാടില്ല എന്ന് സമൂഹം കൽപ്പിച്ചിരിക്കുന്ന ആ കാലഘട്ടത്തിൽ എല്ലാ രീതിയിലും മാനസികമായും ശാരീരികമായും എല്ലാം തഴയപ്പെട്ടവരായി, ഇനി മരണമല്ലാതെ മറ്റവരുടെ മുമ്പിൽ ഒരു വഴിയില്ല. ഈ നാറ്റം വമിക്കുന്ന കുഷ്ഠം അവരുടെ പ്രാണൻ എടുത്ത് ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുക എന്നുള്ളതല്ലാതെ മറ്റൊരു ഓപ്ഷൻ അവരുടെ മുമ്പിൽ ഇല്ലാതെ സകല പ്രതീക്ഷകളുമറ്റ 10 വ്യക്തികൾ, കുഷ്ഠം ബാധിച്ച വ്യക്തികൾ, കുഷ്ഠരോഗികൾ യേശുവിനെ കാണുകയാണ്. യേശുവിനെ കണ്ട മാത്രയിൽ, യേശുവിൻ്റെ യാത്രയിലായിരുന്നു. യേശുവിനെ കണ്ട മാത്രയിൽ അവർ വിളിച്ച് അവരുടെ ആവശ്യത്തിൽ നിന്ന് നിലവിളിച്ചവർ യേശുവിനോട് പറയുകയാണ്, യേശുവേ നായക, ഞങ്ങളോട് കരുണയുണ്ടാകണമേ എന്നുറക്കെ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഇന്ന്
നമ്മുടെ ആവശ്യത്തിന് മുമ്പിൽ നമ്മൾ കർത്താവിനെ വിളിക്കുന്നവരാണോ? ഞാൻ ഇവിടെ ഒരു കാര്യം കൂടെ ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ആവശ്യം അത് എന്തു തന്നെയായിരുന്നാലും, ന്യായമായ ഏത് ആവശ്യത്തിന് മുമ്പിലും കർത്താവ് കരുണാസമ്പന്നനായ ദൈവത്തെ നമ്മൾ അഭിസംബോധന ചെയ്യുന്നത്. കരുണാസമ്പന്നനായ ദൈവത്തിൻ്റെ കരുണയ്ക്കായി നമ്മൾ അപേക്ഷിച്ചാൽ നിശ്ചയമായും കരുണ കാണിക്കാൻ മനസ്സുള്ള ദൈവത്തിൻ്റെ മുമ്പിലാണ് നമ്മളായിരിക്കുന്നതെന്നുള്ള യാഥാർത്ഥ്യം കൂടെ ഈ വീഡിയോയിലൂടെ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ആരെങ്കിലും ആമേൻ ദൈവത്തിൻ്റെ കരുണയ്ക്കായി ആമേൻ അപേക്ഷിക്കുന്നുവെങ്കിൽ പ്രത്യാശയോടെ പ്രതീക്ഷയോടെ യേശുവിനെ വിളിച്ചപേക്ഷിക്കണം. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ഇവർ വിളിച്ചപേക്ഷിച്ചു. കരുണാസമ്പന്നനായ ദൈവം അവരുടെ നിലവിളിക്ക് ചെവി കൊടുത്തു. ഹല്ലേലൂയ, സ്തോത്രം. യേശുവിൻ്റെ മറുപടി ഇങ്ങനെയാണ്. ഹല്ലേലൂയ, സ്തോത്രം. അവരെ ഉറക്കെ വിളിച്ച് കരുണയുണ്ടാകണമേ എന്ന് ഉറക്കെ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ പോയി പുരോഹിതന്മാർക്ക് നിങ്ങളെ തന്നെ കാണിക്കുവീൻ എന്ന് യേശു പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. യേശുവിൻ്റെ മറുപടി ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള മറുപടിയാണ് അവിടെ വരുന്നത്. പ്രൈസ് ദി ലോർഡ്. ശരിക്കും അവിടെ നമ്മൾ പ്രതീക്ഷിക്കുന്ന മറുപടി, നിങ്ങളുടെ വിശ്വാസം നിങ്ങളെ രക്ഷിച്ചിരിക്കുന്നു, നിങ്ങൾ സൗഖ്യമായിക്കൊള്ളുക. അല്ലെ നിങ്ങൾക്ക് മനസ്സുണ്ടോ, നിങ്ങൾക്ക് ഇപ്പം തന്നെ സൗഖ്യമാകാൻ മനസ്സുണ്ടോ എങ്കിൽ സൗഖ്യമായിക്കൊള്ളുക ഉള്ളൊരു മറുപടിയാണ് അവിടെ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ തന്നെ ഒരു സൗഖ്യമാണ് ഒരു പക്ഷേ അവരും പ്രതീക്ഷിച്ചത്, ഈ കുഷ്ഠരോഗികളും പ്രതീക്ഷിച്ചത്. അവർ 10 പേരുണ്ട്. ഹല്ലേലൂയ. എന്നാൽ യേശു പറയുന്നു, നിങ്ങളെ തന്നെ പോയി പുരോഹിതന്മാർക്ക് കാണിച്ചു കൊടുക്കുകയും. ആമേൻ. മാനുഷികമായി നമുക്ക് തോന്നാം, എന്തുകൊണ്ടാണ് യേശു ഇങ്ങനെ പറയുന്നത്? പ്രൈസ് ദി ലോർഡ്. എന്തുകൊണ്ടാണ് ഞങ്ങൾ ഇപ്പം തന്നെ സൗഖ്യമാക്കാത്തത്? എന്തിനാണ് ഞങ്ങൾ പുരോഹിതന്മാരെ കാണിക്കാൻ ഞങ്ങളോട് പറഞ്ഞത്? ഞങ്ങളുടെ ശരീരത്തിൽ ഇപ്പോഴും വ്രണമുണ്ടല്ലോ, ഞങ്ങളുടെ ശരീരത്തിൽ ഇപ്പോഴും ഈ രോഗമുണ്ടല്ലോ, ഈ രോഗം വെച്ച് ഞങ്ങൾ എങ്ങനെ ആ പുരോഹിതന്മാരുടെ അരികെ പോകും? അവർ ഞങ്ങളെ ആട്ടിക്കളയില്ലയോ എന്നൊക്കെ വേണമെങ്കിൽ മാനുഷികമായി ചിന്തിക്കാം. ഒരുപക്ഷെ അവർ ചിന്തിച്ചും കാണും. ഇവിടെ എഴുതിയിട്ടില്ലത് മാനുഷികമായി ചിന്തിച്ചും കാണും. എങ്കിൽ പോലും അവർ കർത്താവിനെ പൂർണ്ണമായി വിശ്വസിച്ചു. കർത്താവാണ് പറഞ്ഞത്, ഞങ്ങളുടെ ശരീരത്തിൻ്റെ രോഗങ്ങളെ സൗഖ്യമാക്കുവാൻ അധികാരമുള്ള കഴിവുള്ള സർവശക്തനായ ദൈവമാണ്, യേശുവാണ്, കർത്താവാണിത് പറഞ്ഞെന്ന് അവർ വിശ്വസിച്ചുകൊണ്ട് ചോദ്യം ചെയ്യാതെ അവർ പുരോഹിതന്മാരെ കാണിക്കുവാൻ വേണ്ടി യേശു പറഞ്ഞ പോലെ തിരിക്കുവാനിടയായി തീർന്നു. പ്രിയമുള്ളവരെ, ഒരു ആത്മീയ സന്ദേശം ഞാൻ നിങ്ങൾക്ക് കൈമാറുവാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നത്, നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ, നമുക്ക് പരിഹരിക്കാൻ കഴിയാത്ത ഹോപ്പ്ലെസ്സായ ഇനിയും മുന്നോട്ട് പോകാൻ കഴിയത്തില്ലെന്ന് വിശ്വസിക്കുന്ന ഒരുപാട് പ്രതിസന്ധികളും പ്രശ്നങ്ങളുടെയും നടുവിലായിരിക്കും ഇന്ന് ഈ 2024 അവസാനിക്കുമെന്ന് നമ്മൾ നിൽക്കുന്നത്. എങ്കിൽ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമ്മൾ കരുണയ്ക്കായി അപേക്ഷിച്ച് ദൈവസന്നിധിയിൽ വരുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ ഹേമിക്കുന്ന, ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ നടത്തുന്ന ആ നിലവാരത്തിൽ നമ്മൾ ആ പ്രോസസ്സിനോട് സഹകരിക്കുമെങ്കിൽ, അതൊരു വിഷയം നമ്മുടെ യുക്തിക്ക്, നമ്മുടെ ബുദ്ധിക്ക് ഒരുപക്ഷെ ഉൾക്കൊള്ളാൻ കഴിയുന്ന നിലയിലായിരിക്കത്തില്ല ദൈവത്തിൻ്റെ ഇടപെടൽ. പക്ഷേ കർത്താവ് പറഞ്ഞത് അതിന് നമ്മൾ അനുസരിക്കുവാൻ തയ്യാറായി ദൈവത്തോട് സഹകരിച്ച ട്രസ്റ്റിൻ്റെ ഭാഗമായി, ആ കർത്താവിൽ ട്രസ്റ്റ് ചെയ്ത് ആ പ്രോസസ്സിൻ്റെ ഭാഗമായി നമ്മൾ നിൽക്കുന്ന പക്ഷം തീർച്ചയായും ആമേൻ സോദര ഒരു ദൈവപ്രവൃത്തി നമ്മൾ കാണും എന്നുള്ളതിനകത്ത് യാതൊരു സംശയവുമില്ല. 2024 കാണാത്ത നന്മകൾ, 2024 അനുഭവിക്കാത്ത നന്മകൾ, നിവൃത്തിയാകാതിരിക്കുന്ന ദൈവിക വാഗ്ദത്തങ്ങൾ, വിശ്വാസത്തോടെ ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് കർത്താവിനെ വിശ്വസിച്ചുകൊണ്ട് കർത്താവ് പറഞ്ഞു ചെയ്തുകൊണ്ട് നമ്മൾ യാത്ര ചെയ്യുകയിൽ 2025 വരും നാളുകളിലും കാണുവാനും അതിനെ നിവൃത്തീകരണം കണ്ട് സന്തോഷിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ഇടയായിത്തീരും. ഇവിടെ അവർ ചോദ്യം ചെയ്യാതെ കർത്താവ് പറഞ്ഞത് ആമേൻ അനുസരിക്കുവാനിടയായിത്തീർന്നു. ആമേൻ. അവിടെ എഴുതിയിരിക്കുന്നു, പോകുകയിൽ തന്നെ അങ്ങോട്ട് പുരോഹിതന്മാരെ കാണിക്കാൻ പോകുകയിൽ തന്നെ അവർ ശുദ്ധരായിത്തീരുന്നു. അവൾ ഒരുത്തൻ തനിക്ക് സൗഖ്യം വന്നത് കണ്ട് ഉച്ചത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് മടങ്ങി വന്ന് യേശുവിൻ്റെ കാൽക്കൽ കവിണ് വീണ് യേശുവിന് നന്ദി പറഞ്ഞു. ഈ ഭാഗമാണ് നമ്മൾ ചിന്തിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഭാഗം. പ്രൈസ് ലോർഡ്. അവൾ പോയപ്പോൾ തന്നെ, ദൈവം പറഞ്ഞത് അനുസരിച്ച് പോയപ്പോൾ തന്നെ, പോയ മാത്രയിൽ അവർ സൗഖ്യമായി. എന്നാൽ ഇവിടെ ഒരുവൻ്റെ ഹൃദയത്തിൽ അങ്ങ് സന്തോഷവും നന്ദിയും നിറയുകയാണ്. 10 പേരുണ്ടായിരുന്നു, 9 പേർക്ക് തോന്നാത്ത ഒരു ഗ്രാറ്റിറ്റ്യൂഡ്, താങ്ക് യു, ഒരു താങ്ക്ഫുൾ ഹാർട്ട് അവനിലേക്ക് വരികയാണ്. കർത്താവാണ് എന്നെ സൗഖ്യമായത് ആക്കിയത്. അല്ലായിരുന്നു എൻ്റെ ജീവിതം
കുഷ്ഠം വമിച്ച് ആമേൻ എല്ലാവരും തഴയപ്പെട്ട് നടക്കേണ്ട ഞാൻ ഇന്ന് സൗഖ്യമായിരിക്കുന്നു. നോർമൽ ത്വക്കും നോർമൽ ആയിട്ടുള്ള എല്ലാം അവൻ്റെ ശരീരത്തിൽ സംഭവിച്ച് അവൻ നോർമലായിരിക്കുന്നു, അവൻ സൗഖ്യമായിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് കണ്ടപ്പോൾ അവൻ്റെ എക്സൈറ്റ്മെൻറ്റിൽ ദൈവത്തോട് നന്ദി പറയാൻ വേണ്ടി കടന്നു വരികയാണ്. ദൈവത്തിൻ്റെ യേശുവിൻ്റെ അരികിൽ വന്നപ്പോൾ യേശു അവനോട് ചോദിക്കുന്നത്, 10 പേർ ശുദ്ധരായി തീർന്നില്ലയോ? 9 പേർ എവിടെ? പ്രൈസ് ദി ലോർഡ്. ഈ ചോദ്യം വളരെ പ്രസക്തമായ ചോദ്യമാണ്. ഞാൻ 10 പേരെയല്ലേ സൗഖ്യമാക്കി വിട്ടത്? ആമേൻ. അവർ ശുദ്ധരായി തീർന്നില്ലയോ? അവരെന്തുകൊണ്ട് വന്നില്ല? എന്തുകൊണ്ട് നീ മാത്രം? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ബാക്കി 9 പേരെവിടെ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഈ ചോദ്യത്തിൽ നിന്ന് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? നമുക്ക് ദൈവം ചെയ്ത ഉപകാരങ്ങൾക്ക് നമ്മൾ നന്ദിയുള്ളവരായിരിക്കണമെന്നും ആ നന്ദി ദൈവത്തോട് പറയണമെന്നും ദൈവത്തെ സ്തുതിക്കണമെന്നും ദൈവം ആഗ്രഹിക്കുന്നു, യേശു ആഗ്രഹിക്കുന്നു എന്നല്ലേ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുതന്നെയാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ, ദൈവം നമുക്ക് വേണ്ടി ഈ 2024 മാത്രം എടുത്താൽ അവിടുന്ന് നമുക്ക് വേണ്ടി ചെയ്തു തന്ന നന്മകൾക്കും ഉപകാരങ്ങൾക്കും നമ്മൾ നന്ദിയുള്ളവരാണോ? ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ പറയുന്നു, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ കർത്താവിൻ്റെ ഉപകാരങ്ങളെ മറക്കുന്നവരാണോ? പ്രയറിൽ ഒരുപാട് സപ്ലിക്കേഷൻസും റിക്വസ്റ്റുകളും ഒക്കെ നമ്മൾ പറയുന്നവരാണ്. എന്നാൽ ദൈവം ചെയ്ത നന്മകൾക്ക് നമ്മൾ എത്ര പേർ ഇരുന്ന് സമയമെടുത്ത് ദൈവത്തിന് നന്ദി കരയറ്റുന്നവരാണ്, ദൈവത്തിന് സ്തുതി കരയറ്റുന്നവരാണ്? അല്ല എങ്കിൽ ഇന്ന് മുതൽ പ്രൈസ് ദി ലോർഡ്, ദൈവം അതിനായി നിങ്ങളെ സഹായിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തോട് നന്ദി പറയുന്ന ഒരു ജീവിതത്തെ കൂടുതൽ നന്ദി പറയാനുള്ള അവസരങ്ങളിലേക്ക് ദൈവം നയിക്കും. സ്തോത്രം. ദൈവത്തിന് മഹത്വം കരയറ്റുന്നവർക്ക് കൂടുതൽ ദൈവത്തിന് മഹത്വം കരയറ്റുമുള്ള അവസരങ്ങളിലേക്ക്, സാഹചര്യങ്ങളിലേക്ക് ദൈവം നയിക്കും. ആമേൻ. അവർക്ക് എന്തെങ്കിലും വിലാപങ്ങളുണ്ടെങ്കിൽ അതിനെ നൃത്തമാക്കി തീർക്കുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ കാണുന്നത് ഇവിടെ ജീവിതകാലത്ത്. ആമേൻ. സ്തോത്രം. ആമേൻ. വലിയ നിരാശയിലും പ്രതീക്ഷയറ്റവരായി കഴിഞ്ഞവർക്ക് ദൈവം ഒരു പുതിയ ജീവിതം കൊടുക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. കുഷ്ഠരോഗികളെ സംബന്ധിച്ചോളം ദിസ് ഈസ് ദെയർ സെക്കൻഡ് ലൈഫ്. ഹല്ലേലൂയ. എല്ലാം അസ്തമിച്ചിടത്തു നിന്ന് ദൈവം ഒരു പുതിയ ജീവിതം അവർക്ക് കൊടുത്തു. അതുകൊണ്ടാണ് താൻ അത്യുച്ചത്തിൽ എക്സൈറ്റഡായിട്ട് ഒരു വ്യക്തി, 10 പേരിൽ സൗഖ്യമായ ഒരു വ്യക്തി കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വന്ന് ഉച്ചത്തിൽ അവൻ ആഹ്ലാദിച്ചുകൊണ്ട് കടന്നു വന്ന് ദൈവത്തിൻ്റെ കാൽക്കൽ വീണ് നന്ദി പറഞ്ഞു, കവിണ് വീണ് അവന് യേശുവിന് നന്ദി പറഞ്ഞു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, ഇന്നു മുതൽ ദൈവം ചെയ്ത നന്മകൾക്ക് നമുക്ക് നന്ദി പറയുവാൻ തയ്യാറാകാം. എങ്കിൽ ദൈവം നമ്മളെ കൂടുതലായി നടത്തുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ഹല്ലേലൂയ. സ്തോത്രം. 2024 ദൈവം ചെയ്ത ഉപകാരങ്ങൾക്ക് നമ്മൾ നന്ദി പറയുമെങ്കിൽ 2025 ശ്രേഷ്ഠകരമായ വിഷയങ്ങൾക്ക് നന്ദി പറയുവാൻ ദൈവം നമ്മളെ ഇടയാക്കും. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനും നിത്യനുമായ ഞങ്ങളുടെ സ്വർഗ്ഗീയ നല്ല പിതാവേ, 2024 തുടക്കം മുതൽ ഈ സമയം വരെയും ഞങ്ങളെ നടത്തി ഞങ്ങളുടെ എല്ലാ നന്മകൾക്കും ഞങ്ങൾ അങ്ങേക്ക് നന്ദി കരയറ്റുന്നു. ജീവിതയാത്രയിൽ പലപ്പോഴും നന്ദി പറയുവാൻ പല സാഹചര്യങ്ങളിൽ ഞങ്ങൾ വിട്ടുപോയിട്ടുണ്ട്. കർത്താവെ, ഞങ്ങളതിന് ക്ഷമ ചോദിക്കുന്നു. കർത്താവെ, ഞങ്ങൾക്ക് തന്ന ആയുസ്സിന് ആരോഗ്യത്തിനൊക്കെ ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും ഞങ്ങളുടെ കാലിനെ വീഴ്ചയിൽ നിന്നും പ്രാണനെ മരണത്തിൽ നിന്നും വിടുവിച്ച് ഇതുവരെയും കാത്ത ദൈവം തുടർന്ന് ഞങ്ങളെ നയിക്കണമേ. 2024 ക്ഷേമമായി നടത്തിയ ദൈവം 2025 നടത്തണമേ. ഞങ്ങളുടെ കണ്ണിനെ കർത്താവെ കണ്ണുനീരിനൊക്കെ വിടുവിച്ച് വിടം വരെയും കൊണ്ടുവന്നതിന് ആയുസ്തോത്രം. ഇത് കേൾക്കുന്ന ഓരോ ശ്രോതാക്കൾക്കും ദൈവരുടെ വിഷയങ്ങളുടെ മേൽ അവരുടെ കണ്ണുനീരൊപ്പണം. അവിടുന്ന് കരുണാസമ്പന്നനാണ്. ആ കരുണ ഞങ്ങളിലേക്ക് പകരണം, ഞങ്ങളോട് കരുണ കാണിക്കണം. ഞങ്ങൾക്ക് ഞങ്ങളുടെ മേൽ ഞങ്ങളുടെ കൃപ വ്യാപരിക്കണം. കർത്താവെ, പ്രാർത്ഥനയെ അതിനെ കേട്ടതിന് ആയുസ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. യേശു മൂലം സ്വർഗ്ഗം നല്ല പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. എല്ലാവർക്കും അനുഗ്രഹിക്കപ്പെട്ട ഒരു 2025 കർത്താവിൽ നേരുന്നു. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. മേ ഗോഡ് ബ്ലെസ് യു. ആമേൻ.